ഓക്കെ. ഗുഡ് മോർണിംഗ്. ഹായ്, 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 ഹായ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഹായ്, 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 ഹായ്. ഹായ് അജ്മലിക്ക. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഹായ്, 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 ഹായ്. ഹായ്, ഹായ് ശ്രീമാറേട്ടൻ, ശ്രീമാറേട്ടൻ. നമസ്കാരം, നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ. ഹായ്, ഹായ്, ഹായ്. ഓക്കെ, 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 ഓക്കെ. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. നമ്മള് ഇന്ന് സംസാരിക്കുന്നത് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചാണ്. നെറ്റ്വർക്കിംഗ്. ഹൗ ടു ഡു എ ഗുഡ് നെറ്റ്വർക്കിംഗ്. ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു ഓന്റർപ്രണർഷിപ്പ് ഒരു ഓന്റർപ്രണർഷിപ്പിനെ ചെയ്യുന്നവന് അതുമല്ലെങ്കില് ഈവൻ എന്ത് ഒരു പ്രോഡക്റ്റും സർവീസോ വിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് ഹൈ സ്കെയിൽ ആവാം, ലോ സ്കെയിൽ ആവാം, എങ്ങനെയാണെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വിൽക്കുന്നവന്, ഒരു ബിസിനസ്സുകാരന്, ഒരു ഓന്റർപ്രണർക്ക് നെറ്റ്വർക്കിംഗ് കൂടിയേ തീരുള്ളൂ. എന്താണ് നെറ്റ്വർക്കിംഗ്? നമ്മൾ എന്തിനാണ് നെറ്റ്വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിന് നല്ല നെറ്റ്വർക്കുകളിൽ ഏർപ്പെടണം? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പലപ്പോഴും പല വ്യക്തികളും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പലരും കോട്ട് ചെയ്യുന്നതാണ്, നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ കാണിച്ചു തരൂ. നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. അത് അത് വളരെ പ്രശസ്തമായ ഒരു കോട്ടിംഗ് ആണ്. അത് തന്നെയാണ് യഥാർത്ഥത്തില് സംഭവിക്കുന്നത്. നമ്മളെ ബിൽഡ് ചെയ്യുന്നതില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ വീട്ടുകാര്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സൊസൈറ്റി. നമുക്ക് നമ്മുടെ വീട്ടുകാരെ, അച്ഛനമ്മ, സുഹൃത്തുക്കള് ഇവരൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. അല്ലെങ്കിൽ അവര് നൽകുന്ന ഇൻപുട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളൊരു കവറിങ് പോലെ നമ്മളതിനെ ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഒരു ഓരോ റിലേഷൻഷിപ്പും. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ കൂടുതൽ മനസ്സിലാവുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ചില ബന്ധങ്ങൾ നമ്മൾക്ക് നല്ല ക്വാളിറ്റി നൽകുന്ന, ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ ടോക്സിക് ആയിട്ട് നമ്മുടെ വ്യക്തിയെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള പല ബന്ധങ്ങളുണ്ട്. ഞാൻ എന്റെ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഇതുപോലത്തെ പല ടൈപ്പ് ബന്ധങ്ങളിൽ ഞാൻ ചെന്നുപെട്ടിട്ടുണ്ട്. അത് നമ്മളെന്ന പേഴ്സണാലിറ്റി അട്രാക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഒരു വേവ് ലെങ്തിലേക്ക് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു വേവ് ലെങ്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ കണക്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ ആ കണക്ഷൻ മാത്രമല്ല, നമ്മുടെ ക്വാളിറ്റീസ് കൂടി നമ്മൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്നുണ്ട്. ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതും ആലോചിക്കുന്നതും പറയുന്നതുമായ ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ ആ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ സംബന്ധിച്ചിട്ടായിരിക്കും. എന്നാൽ നമ്മുടെ അതേ ലെവലുള്ള സുഹൃത്തുക്കള്, നമ്മുടെ ഓൺ സുഹൃത്തുക്കളായിട്ട് നോക്കുക. ആ ബന്ധങ്ങൾ എങ്ങനെയുണ്ടെന്ന്. അവരിലുള്ള ചില സ്വഭാവ സവിശേഷതകള്, ചില ഹാബിറ്റുകളൊക്കെ തന്നെ നമ്മളിലേക്കും നമ്മൾ അറിയാതെ തന്നെ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ മദ്യപിക്കുന്ന ഒരു സുഹൃത്ത് വലയം നമുക്കുണ്ടെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും നമ്മൾ മദ്യപിക്കും. നമ്മളും അതിലേക്ക് സ്ലിപ്പ് ചെയ്ത് ആ
മദ്യപിക്കുന്ന ശീലത്തിലേക്ക് നമ്മളും സ്വാഭാവികമായിട്ടും എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓന്റർപ്രണർക്ക് ആ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ലൈഫില് രക്ഷപ്പെടണം, കൂടുതൽ വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ നല്ല നല്ല കണക്ഷനിലേക്ക്, നല്ല നല്ല ബന്ധങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളാണ് നമ്മുടെ ബിസിനസ്സിനെ കൃത്യമായി വളർത്താൻ കഴിയുന്നത്. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെനുവിൻ എന്നുള്ളത്. നമ്മള് നമ്മളായിട്ട് തന്നെ ഒരു വ്യക്തിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെടുക. ആ വ്യക്തിയുടെ കംഫർട്ട് സോണിലേക്ക് നമ്മൾ ഇടിച്ചു കയറാതെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബി ജെനുവിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് നമുക്ക് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണമെന്ന് നമ്മൾ മനഃപൂർവ്വം തന്നെ ആ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലായിരിക്കും എപ്പോഴും. നമുക്ക് ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ, അല്ലെങ്കില് ചിരിക്കാൻ പോലും മടിയുള്ള ഒരുപാട് വ്യക്തികള് ഇന്ന് ഇന്നുമുണ്ട്. ഒരു മനുഷ്യനെ വളരെ ഫ്രീ ആയി ചെയ്യാൻ കഴിയുന്ന, വളരെ മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന, വളരെ ഫ്രീ ആയി കൊടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ചിരി. എന്നാൽ പോലും ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള വ്യക്തികള് ഇന്നും നമുക്ക് നമ്മുടെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെനുവിൻ എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിങ്ങിന്റെ ഏറ്റവും ബേസിക്. ഞാൻ ഞാൻ എന്നെക്കുറിച്ച് വളരെ ഫാൾസ് ആയിട്ടുള്ള കുറെ ചിന്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വളരെ ഒറിജിനലി ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ആക്ടിവിറ്റീസ് എന്ന രീതിയിലേക്ക് നമ്മൾ വളരെ ജെനുവിനായി സംസാരിക്കുമ്പോൾ എന്താ വെച്ചാല് ആ വ്യക്തിയും ആ ഒരു വേവ് ലെങ്ത്തിലേക്ക് എത്തും. വളരെ റിസീവ് ആയിരിക്കും അവര്, റിസീവ് ആയിരിക്കും. നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മള് ഒരു വ്യക്തിയെ അവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ? അല്ലെങ്കിൽ അവര് നമ്മള് അവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ എന്നുള്ളത് നോക്കുക. വളരെ ചിരിച്ച് നന്നായി പ്രസന്റബിൾ ആയിട്ട് നമ്മൾ ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയണം. പക്ഷെ വളരെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഒരു വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സമയത്ത് പോലും നമ്മൾ ഇടിച്ചു കയറുന്ന രീതിയിലുള്ള അല്ല നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. വിശ്വാസം. നമ്മുടെ കല്യാണ പരസ്യം പോലെ വിശ്വാസം. അതാണ് എല്ലാം. അത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് ബേസിലാവാം, നിങ്ങൾ എന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ളതാവാം, നിങ്ങൾ കൊടുക്കുന്ന സർവീസുകളാവാം, എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതും ആ വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റങ്ങളെ ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മളൊരു നല്ല നെറ്റ്വർക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യാൻ നമ്മള് ഒന്ന് ബി ജെനുവിൻ ആയിരിക്കണം, രണ്ട് നമ്മള് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. നമ്മളോട് പറയുന്ന കാര്യങ്ങള് നമ്മളോട് പറയുന്ന കാര്യങ്ങള് നമ്മൾ വേറെ ഒരാളോട് ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങള്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങള് മറ്റൊരു വ്യക്തിയോട് നിങ്ങളെ നിങ്ങള് വളരെ വിശ്വസിച്ച് ഒരു വ്യക്തിയോട് കാര്യം പറയുന്നു. ആ വ്യക്തി അതേ കാര്യം തന്നെ നാട്ടിൽ എല്ലാവരോടും പറഞ്ഞു നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വളരെ ട്രസ്റ്റ് വർത്തി ആവുക, വളരെ ജെനുവിൻ ആവുക എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഘടകം. അതുപോലെ തന്നെ പിന്നെ നമ്മള് ചെയ്യേണ്ടതാണ് എൻഗേജ്മെന്റ്സ്. എൻഗേജ്മെന്റ്സ് ആൻഡ് ഗ്യാതറിങ്സ് എന്ന് പറയും. ഇപ്പൊ
എന്റെ സുഹൃത്തുക്കളിൽ പലരും ഈവൻ എന്റെ മെന്റേഴ്സ് ആണെങ്കിൽ പോലും കുറെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മള് പൊതുവായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അവിടെ നമ്മള് കുറച്ച് സമയം ഒത്തുചേരുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന രീതിയിലോ ഉള്ള നല്ല റിലേഷൻഷിപ്പുകളിലേക്ക് നമ്മൾ പോവുക. മനഃപൂർവ്വം പോവുക. അതിന് ഈ ഗാദറിങ്സും എൻഗേജ്മെന്റ്സുകളും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോ എന്റെ സുഹൃത്തുക്കളാണെങ്കിലും മെന്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവര് അവരുടെ വീട്ടില് ആണ് പലപ്പോഴും ഞങ്ങളൊക്കെ ഒത്തുചേരാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ ഫാമിലിയിലേക്ക് കൂടി നമുക്കൊരു ആക്സസ് അല്ലെങ്കിൽ കണക്ടിവിറ്റി നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മള് എന്താണ് ഞാൻ എന്നുള്ളതും, നമ്മൾ അവരുടെ ഒരു സ്വന്തം ഒരാളെ പോലെ ആയി മാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തില് ആ നെറ്റ്‌വർക്ക് വളരെ ശക്തമാകുന്നത്. നമ്മള് തിരക്കുകളിലാണെങ്കിൽ പോലും നമ്മളെ കുറിച്ച് ആലോചിക്കാനോ, നമ്മളിലേക്ക് ഒരു കണക്ടിവിറ്റി എത്തിക്കാനോ, നമ്മളിലേക്ക് ഒരു ബിസിനസ് എത്തിക്കാനോ ഇത്തരം ബന്ധങ്ങൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അത്തരം രീതിയില് എൻഗേജബിൾ ആവുക, അതുപോലെ തന്നെ ഗാദറിങ്സുകളിലേക്ക് പങ്കെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു ബിസിനസ്സുകാരന്റെ നെറ്റ്‌വർക്ക് ബിൽഡിങ്ങിലെ പ്രധാനപ്പെട്ട വേറൊരു ഘടകം. നെറ്റ്‌വർക്ക് ബിൽഡിങ്ങില് അത് ടീമാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും, ഞാനിവിടെ ബിസിനസ് എന്ന് പറയുന്ന എല്ലാ തരത്തിലുള്ള ബിസിനസിനെയും ഉദ്ദേശിച്ചിട്ടാണ്. അതൊരു ഡയറക്ട് മാർക്കറ്റിംഗോ, എംഎൽഎമ്മോ അങ്ങനെ സ്പെഷ്യലൈസിംഗ് അല്ല ഞാൻ പറയുന്നത്. എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും. ഈവൻ ഒരു ചന്ദനത്തിരി നിർമ്മാണം വിൽക്കുന്ന ഒരു ആളാണെങ്കിൽ പോലും, ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും തൊഴിൽ വ്യവസായമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ചന്ദനത്തിരി നിർമ്മാണം. എന്നാൽ പോലും അവർക്ക് ആ ഒരു ബന്ധങ്ങള് ഏതൊരു മനുഷ്യനും ബന്ധങ്ങൾ ആവശ്യമാണ്. നമുക്ക് എത്ര സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയും? ഒറ്റയ്ക്ക് ഇരിക്കേണ്ടുന്ന അവസ്ഥകളുണ്ട്. നമ്മൾ സ്വയം കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഉണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അത് ഏത് രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഏകാന്ത തടവാണ്. ആ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനിൽ ഉണ്ടാകുന്ന മെന്റൽ ട്രോമ, കുറെ ദിവസങ്ങളെടുത്തുണ്ടാകുന്ന മെന്റൽ ട്രോമ എന്നുള്ളത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് എത്ര കാലം നമുക്കൊരു പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരിക്കാൻ കഴിയും? ഈവൻ ഇന്നിപ്പോ ഓൺലൈനും മറ്റു മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അങ്ങനെ ഒരു കണക്ടിവിറ്റിയും ഇല്ലാതെ ഇരിക്കാൻ എത്ര കാലം നമുക്ക് കഴിയും? അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ സംസാരിക്കുക. ഉള്ളു തുറന്ന് സംസാരിക്കുക. അത് നമ്മുടെ ടീമിനോടാണെങ്കിലും, നമ്മുടെ നെറ്റ്‌വർക്കില് ആണെങ്കിലും. നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്ന നെറ്റ്‌വർക്ക് തന്നെയാണ്. ഉള്ളു തുറന്ന് സംസാരിക്കുക. കാര്യങ്ങള് ഒളിപ്പിച്ച് വെക്കാതെ വളരെ ജെനുവിനായി നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ, ഞാൻ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതും ആ വ്യക്തിയെ ആ വ്യക്തിക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാൻ നൽകാനും ഒക്കെ നമ്മൾ വളരെ ഓപ്പൺ ആയിരിക്കുക, സംസാരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിക്കുക. ഗുഡ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉപയോഗിക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ആവാം. നമ്മൾ ഒരിക്കലും ഒരു മാനേജീരിയൽ ആവരുത്. നമ്മുടെ ടീമിനോട് പ്രത്യേകിച്ചും നമ്മുടെ ബിസിനസ് ടീമിനോട്, നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മള് പലപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമായി സംസാരിക്കുക, അല്ലെങ്കിൽ കുറ്റങ്ങൾ മാത്രം പറയുകയോ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു വ്യക്തിയെ വിമർശിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ്. അത് ടീമിനകത്താണെങ്കിലും ബിസിനസിനകത്താണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സാൻഡ്വിച്ച് മെത്തേഡ്. സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാൻഡ്വിച്ച് എങ്ങനെയാണ്? അടിയിലൊരു ബൺ ഉണ്ടായിരിക്കും. അതിന് മുകളിൽ ലേയേഴ്സ് ആയിട്ട് എന്താണോ ഫില്ലിംഗ് വരുന്നത് ആ ഫില്ലിംഗ്, വീണ്ടും ഒരു ബർഗർ.
അങ്ങനെ വെച്ചിട്ടാണല്ലോ ഒരു സാൻഡ്വിച്ച് വരുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങള് സാൻഡ്വിച്ച് മെത്തേഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതായിരുന്നു അല്ലെങ്കിൽ ആ പ്രസന്റേഷൻ നന്നായിരുന്നു. സബിത, എന്റെ പ്രസന്റേഷൻ നന്നായിരുന്നു അല്ലെ? ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണല്ലോ രാജേഷ്? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സാൻഡ്വിച്ച് മെത്തേഡിലേക്ക് വരുമ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രസന്റേഷൻ ഒരു വ്യക്തി ചെയ്തു. അത് എന്ത് തരത്തിലുള്ള പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഒരു പബ്ലിക് സ്പീക്കിങ്ങോ എന്തോ ആണെങ്കിലും, നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ആ പ്രസന്റേഷന്റെ എന്തായിരുന്നു ചെയ്തത് എന്നുള്ളതിനേക്കാൾ നന്നായി പറയേണ്ടത്, ആദ്യം നമ്മൾ വെക്കേണ്ട ബണ്ണ് എന്ന് പറയുന്നത് സാൻഡ്വിച്ചിൽ വെക്കേണ്ടത് എന്താ വെച്ചാൽ, നന്നായിരുന്നു നിന്റെ പ്രസന്റേഷൻ, വളരെ വ്യത്യസ്ത നിറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ഫില്ലിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അദ്ദേഹം തിരുത്തേണ്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് അദ്ദേഹത്തിന്റെ ഡ്രോബാക്കുകൾ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് വെക്കുന്ന ബർഗർ അല്ലെങ്കിൽ ബണ്ണാണ് നമ്മൾ എന്ത് പറയേണ്ടത്, നിങ്ങൾക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയും, കാരണം നിങ്ങളൊരു മികച്ച വ്യക്തിത്വത്തിനുടമയാണ്, മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ്, നിങ്ങളെ നിങ്ങളുടെ മികച്ച നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വളരെ നന്നായി വിജയിക്കാൻ അടുത്ത ഒരു സെഷൻ ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് മെത്തേഡ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആ വ്യക്തിയോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ, ഇനി നമുക്ക് വിമർശിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഹർട്ട് ചെയ്യാതെ, ആ വ്യക്തിയുടെ ഈഗോയെ ഹർട്ട് ചെയ്യാതെ, ആ വ്യക്തിയെ മറ്റുള്ളവരുടെ ഇടയിൽ അപമാനിക്കപ്പെടാതെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും. അതിനെയാണ് സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലേക്ക് പോവുക, നല്ല ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. നന്നായി അംഗീകരിക്കുക ആ വ്യക്തികളെ, നന്നായിട്ട് അംഗീകരിക്കുക, ചെയ്ത നല്ല കാര്യങ്ങളെ അപ്പോൾ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടീം ബിൽഡിങ്ങിലെ നെറ്റ്വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നെറ്റ്വർക്കിങ്ങില് നമ്മുടെ കൂടെ നമ്മുടെ ടീമിനെ, നമ്മുടെ ബിസിനസ് ടീമിനെ നിലനിർത്തുന്നതിന് എപ്പോഴും അപ്രിസിയേഷൻ നൽകുക, ഓപ്പൺ ആയിരിക്കുക, അതുപോലെ തന്നെ എൻഗേജബിൾ ആയിരിക്കുക, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക. നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. നമ്മൾ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാൻ നമ്മൾ പഠിക്കുക. കാരണം ഇവൻ എന്റെ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ഇവൻ എന്റെ ടീംമേറ്റ് ആണ്, അവൻ എന്റെ താഴെയാണ്, അല്ലെങ്കിൽ ഇവൻ എന്നേക്കാൾ കുറഞ്ഞവനാണ്, ഇവനേക്കാൾ പണമുള്ളവനാണ് ഞാൻ, അങ്ങനെ ഉള്ള ഈഗോസ് തലയിൽ കയറ്റി വെക്കാതെ, നിങ്ങളും അവനും ഈക്വൽ വ്യക്തികളാണ് എന്ന രീതിയിൽ, രണ്ടുപേർക്കും രണ്ടുപേരുടേതായ യുണീക്നെസ് ഉണ്ടെന്ന രീതിയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോഴാണ് ആ വ്യക്തി നിങ്ങളോട് ഓപ്പണബിൾ ആയിരിക്കും. ആ നെറ്റ്വർക്ക് അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ സക്സസിലേക്കുള്ള യാത്രയിൽ ആ വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാനും, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളൊരു സഹായിയാവാനും, അവനെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നു. ആ നെറ്റ്വർക്ക് ബിൽഡിങ്ങിലെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ. ഇനി ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എന്താണ് വരുന്നത്, നമ്മൾ മീനിങ് ഫുള്ളി നല്ല കണക്ഷനിലേക്ക്, നല്ല കണക്ടിവിറ്റികളിലേക്ക് പോകേണ്ടതാണ്. അത് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആവാം, സോറി, നമ്മുടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷനിലേക്ക് പോവാം, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കുള്ള വ്യക്തികളായിട്ടുള്ള കണക്ഷനിലാവാം. എവിടെയാണെങ്കിലും ഇപ്പോൾ ചില ബിസിനസ്സുകാരുടെ ഫംഗ്ഷനുകൾ നടക്കുന്നുണ്ട്, ബിസിനസ് ഗ്യാതറിങ്സ് നടക്കുന്നുണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്, പ്രധാനമായും നെറ്റ്വർക്കാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോ
ആ നെറ്റ്വർക്ക് ബിൽഡിങ്ങില് അല്ലെങ്കിൽ ആ ഒരു ഗ്യാതറിംഗിൽ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് നല്ല മെന്റേഴ്സിനെ കണ്ടുപിടിക്കാം. നമ്മുടെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡേഴ്സിനെ കണ്ടുപിടിക്കാം. ഞാനും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് റിലേഷൻഷിപ്പ്, ഒരു ബിസിനസ് എഗ്രിമെന്റിലേക്ക്, ബിസിനസ് കണക്ടിവിറ്റിയിലേക്ക് ഒക്കെ പോകാൻ ഇത്തരം ഗ്യാതറിങ്സുകൾ സഹായിക്കും. അതുപോലെ തന്നെ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമാവാതിരിക്കുക എന്നുള്ളതാണ് നെറ്റ്വർക്കിങ്ങിലെ ബിസിനസ് നെറ്റ്വർക്കിങ്ങിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഘടകം. നമുക്കൊരു വ്യക്തിയോട് പ്രത്യേക താല്പര്യമില്ല. എന്നാൽ നമുക്ക് ഒരു വ്യക്തിയോട് മാത്രം സംസാരിക്കേണ്ടതുമില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാം. എല്ലാവരും വളരെ ന്യൂട്രൽ ആയിട്ട്, വളരെ ജനറസ് ആയിട്ട് സംസാരിക്കാനും, അവരെ റിസീവ് ചെയ്യാനും, അവർക്ക് വേണ്ടി നൽകാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബി റെസ്പെക്ട്ഫുൾ. നമ്മള് റെസ്പെക്ട് എപ്പോഴും അതിന്റെ ആ ഒരു റെസ്പെക്റ്റിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത്. അത് ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു എൻക്വയറി ആയാലും, പുതിയൊരു കൊട്ടേഷനിന് വേണ്ടി നിങ്ങൾ പോകുമ്പോഴാണെങ്കിലും, ഇനിയൊരു കസ്റ്റമർ അക്വിസിഷനിലെ മേഖലയിലാണെങ്കിലും ഒക്കെ നമ്മളൊരു റെസ്പെക്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു റെസ്പെക്ട് ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ശിലയാണ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത്. വേറൊരു ഘടകം എന്ന് പറയുന്നത് ട്രസ്റ്റ് വർത്തി ആയിരിക്കാൻ മാത്രം ഞാൻ പറഞ്ഞു ഒരിക്കലും. പക്ഷെ നമ്മുടെ വാക്കുകൾ പാലിക്കുന്നതിൽ, പറഞ്ഞ വാക്ക് പാലിക്കുന്നതില് നമ്മള് എത്രത്തോളം സത്യസന്ധത പാലിക്കുന്നുണ്ട്, ആ വാക്ക് പാലിക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന കണിശത, അത് നെറ്റ്വർക്കിങ്ങിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് എന്റെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും ഒക്കെ തന്നെ. ഇന്ന് കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു സർവീസ് നമ്മൾ ഇന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് തരാമെന്ന് നാളെ തരാമെന്ന് പറയുന്നത് നാളെ ആ പറഞ്ഞ സമയത്ത് കൊടുക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ മൂല്യം നമുക്കവിടെ ഉയർത്താൻ കഴിയും. കാരണം എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും മനുഷ്യൻ സമൂഹജീവിയാണ്. ആ സമൂഹത്തില് അവൻ ഇടപെടുന്നുണ്ട്, ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുമായി കണക്റ്റഡ് ആവുന്ന വ്യക്തികള് ഒരിക്കലും ഞാനും നിങ്ങളും മാത്രമായിട്ടല്ല കണക്ട് ചെയ്യുന്നത്. അത് സമൂഹത്തിൽ വിവിധ തുറകളില്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല പല വ്യക്തികളുമായി ബന്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏതൊരു ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഇത് ആര് പറയും? ഇതാര് പറയും? നമ്മളുമായി കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികള് മറ്റു വ്യക്തികളുമായിട്ട് പറയും. അതുകൊണ്ട് പറഞ്ഞ വാക്കിനും ആ വാക്ക് പാലിക്കുന്നതിൽ കാണിക്കുന്ന കണിശത, അത് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമേ ഉള്ളൂ. ഇനി നമ്മളൊരു ഇനി നമ്മുടെ പൂർണ്ണമായും നമ്മുടെ ബിസിനസ് ലെവലിലേക്ക് മാറുകയാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഒരു പേഴ്സൺ എന്ന വ്യക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി പൂർണ്ണമായും നമ്മളൊരു ബിസിനസ്സുകാരന്റെ തലത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിങ്ങില് കൃത്യമായി സെറ്റ് യുവർ ഗോൾ. ഏത് തരത്തിലുള്ള എത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടാണ് കണക്ഷനിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നമ്മുടെ സക്സസ് ജേർണിയിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഞാൻ എന്ന വ്യക്തിയെ പോളിഷ് ചെയ്യാനോ, ഞാൻ എന്ന വ്യക്തിക്ക് കൂടുതൽ വാല്യൂസ് നൽകാനോ, എത്തരത്തിലുള്ള ബന്ധങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക.
അത്തരം ബന്ധങ്ങളിലേക്ക് മനഃപൂർവ്വം പോവുക എന്നുള്ളത് തന്നെയാണ് സെറ്റ് യുവർ ഗോൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിനെ ഇന്നത്തെ ബിസിനസിനെ ഡിജിറ്റൽ വേൾഡില് നമ്മുടെ ബിസിനസിനെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാത്ത എല്ലാ ബിസിനസ്സുകളും ഇന്ന് ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു മീഡിയ കമ്പനി അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ റെഗുലർ ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, വെബ്സൈറ്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവന്റുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിക്കുകയാണ്. ആ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യുന്നതിലൂടെ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഒരു റിമംബറിങ്സ് നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് നിങ്ങളുമായി എപ്പോഴും കണക്റ്റഡ് ആവുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ സാധ്യതകള് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫോളോ അപ്പ്. നമ്മളിലേക്ക് വന്ന ഒരു എൻക്വയറി ആണെങ്കിൽ പോലും ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു ടെക്സ്റ്റൈൽസിൽ പോയി. ആ ടെക്സ്റ്റൈൽസിൽ പോയപ്പോ നമുക്ക് നല്ല സർവീസ് തന്നു. അവിടുത്തെ പിള്ളേര് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സർവീസ് ചെയ്തു. കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഫാമിലിയൊക്കെ ആയിട്ട് പോയി. പക്ഷെ അവിടെ അവര് ചെയ്തൊരു കാര്യമുണ്ട്. വളരെ പേഴ്സണലി നമുക്ക് ഏഹ് ഏഹ് നമ്മുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തന്നു. എന്നിട്ട് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതില് എനിക്കൊരു ഹായ് അയക്കാം. ഒരു ഹായ് അയച്ചാൽ നമ്മൾ പുതിയ സ്റ്റോക്ക് വരുമ്പോ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നോക്കൂ അവിടെ എത്ര സിമ്പിൾ ആയിട്ട് നമ്മളെ വീണ്ടും, വീണ്ടും, വീണ്ടും അങ്ങോട്ട് ആ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുചെല്ലാനുള്ള ഒരു ഒരു തന്ത്രം അവരവിടെ ചെയ്തു നോക്കും. അവരവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് മെസ്സേജ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മളെ ആഡ് ചെയ്യുന്നു. അവിടെ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അവരെ കമ്മ്യൂണിറ്റിയിൽ അനൗൺസ് ചെയ്യും. സ്വാഭാവികമായും എല്ലാ ദിവസവും നമ്മളിലേക്ക് ഒരു കണക്ടിവിറ്റി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിലേക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു. നമ്മള് അവരെക്കുറിച്ച് ഓർക്കാൻ നിർബന്ധിതരാകുന്നു. പുതിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വീണ്ടും ഒരു ഡ്രസ്സ് എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ആരാണ്? ഇവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കണക്ടിവിറ്റികൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് ഉള്ളതാണ്. ഇനി അതുപോലെ തന്നെ ബി ലിസണബിൾ, ബി പേഷ്യന്റ് എന്നുള്ളതാണ് നെറ്റ്വർക്കിങ്ങിലെ വേറൊരു ഘടകം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മേഖല ഏത് തന്നെയാണെങ്കിലും ആളുകൾക്ക് നമ്മൾ സ്വയം എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ വളരെ താല്പര്യം. അതുപോലെ തന്നെയാണ് ഏതൊരു കസ്റ്റമർക്കും, ഏതൊരു വ്യക്തിക്കും അവനവനെ കുറിച്ച് പറയാനും, അവനവന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനും വളരെയധികം താല്പര്യമുണ്ട്. അത് കേൾക്കാൻ തയ്യാറാവുന്ന വ്യക്തികൾക്ക് മുന്നിൽ മാത്രമാണ് അവൻ ഓപ്പൺ ആവുന്നത്. അവിടെ മാത്രമാണ് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നത്, ഒരു ബിലീഫ് ബിൽഡ് ചെയ്യപ്പെടുന്നത്, ഒരു നല്ല ബന്ധങ്ങള് തുടങ്ങുന്നത്. അതുകൊണ്ട് നല്ല കണക്ഷനിലേക്ക് പോകാൻ നല്ല ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. നല്ല ലിസണർ ആയിരിക്കുക. നിങ്ങക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ മാത്രം പറയട്ടെ, ഞാൻ പറയണത് കേൾക്ക്. ആ ഒരു രീതിയിൽ നിങ്ങക്ക് സാറേ ഞാനിതൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ പ്രസന്റേഷൻ ഒന്ന് എടുത്തോട്ടെ, അല്ല ഞങ്ങളൊന്ന് പറയട്ടെ, ആ തരത്തിലേക്ക് പോകുമ്പോ ആ കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നു. നമ്മള് എന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മറ്റൊരാൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ എൻഗേജിംഗ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. സാറേ എപ്പോ വന്നു? സാറേ സാറാണോ ഇത് കണ്ടുപിടിച്ചത്? സാറിന്റെ സർവീസ് ആണോ? സാറത് നന്നായിട്ടുണ്ടോ? ഇത്
ഇതിന്റെ ഈ മെറ്റീരിയൽ സാർ ഇവിടുന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ സാർ ഇവിടുന്ന് ഇത് പഠിച്ചു, സാർ ഈ ബുക്ക് എവിടുന്ന്, സാർക്ക് ഇവിടുന്നാണ് കിട്ടിയത്. ചേട്ടാ, നിങ്ങളൊരു സംഭവമാണ്. ഇങ്ങനെ രീതിയില് നമ്മൾ വളരെ പേഴ്സണലി ഫിൽറ്റർ ചെയ്ത് ഡ്രോപ്പ് ആയിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയുമ്പോഴാണ് നല്ല റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്. സോ ഡിജിറ്റലി നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പേഷ്യന്റ് ആയിരിക്കണം. പേഷ്യന്റ് ആയിരിക്കുക മീൻസ് ക്ഷമയുള്ളവനായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി നമ്മൾ നന്നായി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ ഒക്കെ പുറമെ ഒരു ബിസിനസ്സുകാരന് എപ്പോഴും വേണ്ടതാണ് നല്ല മെന്റർഷിപ്പ്. നല്ല മെന്റർഷിപ്പ് എവിടുന്നാണ് കിട്ടുക? നമ്മുടെ ഗ്യാതറിങ്സുകളിലൂടെയും നമ്മൾ പേഴ്സണലി ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളിലൂടെയും പബ്ലിക്കിൽ ഇടയിൽ നിന്നാണ് നമുക്ക് ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നത്. മെന്റേഴ്സിനെയും നമുക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ. കണ്ണടച്ച് നിന്നാൽ ഒരു സാധനത്തിന്റെ, ഒരു ബിസിനസിന്റെ വളർച്ച, സ്റ്റാർട്ടിങ്, അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം ഇത് എങ്ങോട്ട് പോകും, എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ കഴിയും എന്നൊക്കെ അറിയുന്ന രീതിയിലുള്ള മികച്ച മെന്റേഴ്സിനായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് നെറ്റ്വർക്കിങ്ങിലെ സക്സസ് ആവാനുള്ള ഒരു ഘടകം. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ടീമിനെ എൻകറേജ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ അതേ സാധനം തന്നെയാണ്. പക്ഷെ ബി കണക്റ്റഡ് വിത്തിൻ യുവർ ഓർഗനൈസേഷൻ എന്ന് പറയും. അതായത് ബി കണക്റ്റഡ് വിത്തിൻ യുവർ ഓർഗനൈസേഷൻ. നിങ്ങൾ 2 പേര് മാത്രമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള വ്യക്തിയെ, വരും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആ വ്യക്തിയെ ഇങ്ങനെ ഷോൾഡറിൽ കൈയിട്ട് കൂടെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ, അവന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ, അവനിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് നമ്മുടെ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ കേൾക്കേ നിർത്തിയുള്ളൂ. നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. നമ്മുടെ ഓഫീസിലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ഞാനാണ് മുതലാളി എന്ന രീതിയിൽ വരിക പോവുക എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പൊളിച്ച് കയ്യിൽ തരും. അപ്പൊ നിങ്ങൾ എത്ര വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിലും ആ ബിസിനസ്സിലെ നിങ്ങളുടെ ഇന്റേണൽ ഓർഗനൈസേഷൻ, അതായത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇന്റേണൽ സപ്പോർട്ട് ഇല്ല എങ്കിൽ ആ ബിസിനസ് എപ്പോ പൊളിഞ്ഞു എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിന്റെ ഒക്കെ പുറമെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് പോയിന്റ് ആണ് ഗിവ് വാല്യൂ. വാല്യൂ 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 വാല്യൂ. എന്റെ മെന്റേഴ്സ് എപ്പോഴും പറയാറുള്ള കാര്യമാണത് എന്നോട്. എന്റെ പല മേഖലയിലുള്ള മെന്റേഴ്സ് ആണെങ്കിലും പറയുന്നത് ബി വാല്യൂ. വാല്യൂ നൽകിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വളരെ ജെനുവിനായി മറ്റൊരു വ്യക്തിയുടെ പുരോഗതിക്ക് സഹായകരമാവുന്ന രീതിയിലുള്ള വാല്യൂ കണ്ടന്റുകൾ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മളൊരു സർവീസിനോ നമ്മുടെ ഒരു അഡ്വൈസിനോ കഴിയുമെങ്കിൽ ആ വ്യക്തി വീണ്ടും നമ്മളിലേക്ക് വരും. മികച്ച വാല്യൂ കൊടുത്തുകൊണ്ടേയിരിക്കുക. വാല്യൂ ആ വാല്യൂസ് കണ്ടിട്ടായിരിക്കും ഞാനെന്ന വ്യക്തി രൂപപ്പെടുന്നത്, ഞാനെന്ന ബ്രാൻഡ് രൂപപ്പെടുന്നത്. നമ്മള് നമ്മളെ തന്നെ ഈ സോഷ്യൽ മെറ്റാ ഡിജിറ്റൽ വേൾഡിൽ നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യുന്നത് നമ്മുടെ വാല്യൂസിനെ വെച്ചുകൊണ്ടാണ്, നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു 10 രൂപ വാങ്ങിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്കും 10 രൂപയിൽ കൂടുതലുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മളവിടെ സക്സസിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അജ്മൽക്ക, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വീണ്ടും 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 പലപ്പോഴും ചില സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ
തുടർച്ചയായി ആ ഒരു സർവീസ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് മാത്രമാണ് ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചില വ്യക്തികളെ മാത്രമാണ് ചൂസ് ചെയ്യുക. എന്താണ്? അവര് നമുക്ക് നൽകുന്ന വാല്യൂസ്, അവര് നൽകിയ ആ വാല്യൂ ഞാനെന്ന വ്യക്തിക്ക് നൽകുന്ന വാല്യൂ മാത്രമല്ല, അവരെ അവരെന്ന വ്യക്തിയും അവരുടെ ആ എൻടയർ സിസ്റ്റവും നൽകുന്ന വാല്യൂ. ആ വാല്യൂ ആണ് നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് വളരെ നല്ല വാല്യൂ റിട്ടേൺ പ്രതീക്ഷിക്കാതെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്കൊരു വാല്യൂ നൽകൂ എന്ന് മനസ്സിൽ കരുതാതെ എപ്പോഴും ഒരു വ്യക്തിയെ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാല്യൂ സിസ്റ്റം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറുക. അപ്പോൾ സ്വാഭാവികമായും നെറ്റ്വർക്കുകളും നമ്മുടെ ബിസിനസ് നെറ്റ്വർക്ക് ആണെങ്കിലും എന്ത് നെറ്റ്വർക്ക് ആണെങ്കിലും ആ നെറ്റ്വർക്കിലേക്ക് പുതിയ പുതിയ വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നെറ്റ്വർക്ക് വളരെ വിസ്തൃതമായിക്കൊണ്ടിരിക്കും. കാരണം ആ നെറ്റ്വർക്കുകളിലൂടെയാണ് നമ്മളെന്ന വ്യക്തിയും വളരുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ വളരുന്നത്, നമ്മുടെ ബിസിനസ് വളരുന്നത്, നമ്മുടെ സെയിൽസ് വളരുന്നത്, നമ്മുടെ ഇൻകം വളരുന്നത്. കാരണം ഞാനെന്ന വ്യക്തിക്ക് പരിചയമുള്ള എത്ര ആളുകളുണ്ട്? ഈ നമ്മുടെ ജീവിക്കുന്ന ജില്ലയിൽ, താലൂക്കിൽ, പഞ്ചായത്തിൽ, വാർഡിൽ നമുക്ക് എത്ര വ്യക്തികളെ നേരിട്ടറിയാം? പക്ഷെ നമ്മുടെ നമ്മള് കൊടുക്കുന്ന വാല്യൂ ഇതിനെയൊക്കെ മറികടന്ന് വളരെ വൈഡായ തലത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ്? നമുക്ക് ഇതേപോലുള്ള വ്യക്തികള് കണക്റ്റഡ് ആയിരിക്കണം. ആ വ്യക്തികളിലൂടെ അവരുടെ ബന്ധങ്ങളിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നെറ്റ്വർക്കിംഗ് അവിടെ ശക്തമാവുന്നത്, അർത്ഥവത്താവുന്നത്. നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് അർഹിക്കുന്ന വില നൽകിക്കൊണ്ട് വളരെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ സപ്പോർട്ടീവായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. അതിന് യൂണിവേഴ്സിന്റെ എല്ലാ ബ്ലെസ്സിങ്സുകളും നിങ്ങൾക്ക് വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാകേഷ്. താങ്ക് യു.